Unity in diversity, the pride and soul of the nation. The soil of the nation as the soul of the nation. വിക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓരോ ഹെഡിങ്ങും മോട്ടിവേറ്റിംഗ് ആണ്. ഇത് പിന്നെ ഇത് ഹിന്ദിയാണ് ഉറപ്പായിട്ടും. ഇത് ഇവിടുത്തെ ഗുജറാത്തിയോ മറ്റോ ആണെന്ന് തോന്നുന്നത്. വായിക്കാൻ പ്രത്യേകിച്ച് അറിയില്ല. ഇത് ഏകദേശം എല്ലാ ഭാഷകളിലും എഴുതിയിട്ടുണ്ട്. ഒരൊറ്റ ഭാരതം ശ്രേഷ്ഠ ഭാരതം, വൺ ഇന്ത്യ ദ ഗ്രേറ്റ് ഇന്ത്യ. ഇതല്ലേ നല്ല ഗ്രാൻഡാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലാണ്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. മണി 3 മണിയാണ്. പക്ഷെ നല്ല വെയിലുണ്ട്. നല്ല വൃത്തിക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫെറിയും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ഡൈനോ പാർക്ക്, അങ്ങനെ അതും ഇതെല്ലാമായിട്ട് കുറേ സെറ്റപ്പ് ഉണ്ട്. നല്ല കാശിറക്കിയിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് വന്ന് കണ്ടിട്ട് പോകാനൊന്നും നോക്കത്തില്ല. കാരണം ഇത് മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ അപ്പുറത്ത് നേരെ കാണുന്ന ആ സൈഡ് ഒരു നദിയാണ്. ഓക്കെ, നദിയുടെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് വന്ന് കണ്ടിട്ട് പോകാനൊന്നും നോക്കത്തില്ല. അവിടെ വന്നിട്ട് ഈ 350 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അവിടുത്തെ ബസ്സിൽ കയറി ഇവിടെ വരണം. എന്നിട്ട് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല പ്ലാനിങ് ആണ്. പക്ഷെ നല്ല വൃത്തിക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വന്നിരിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം.